ചിന്നസ്വാമി ഫോർ മീ പേഴ്സണലി ഇസ് എ സ്പെഷ്യൽ സ്റ്റേഡിയം. ഞാൻ ലൈഫിൽ ഒരു വട്ടം ഒരു ക്രിക്കറ്റ് മാച്ച് ലൈവായിട്ട് സ്റ്റേഡിയത്തിൽ പോയി കണ്ടിട്ടുള്ളൂ. ദാറ്റ് വാസ് അറ്റ് ചിന്നസ്വാമി 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ന്യൂസിലാൻഡ് വേഴ്സസ് പാകിസ്ഥാൻ മാച്ച്. ആ മാച്ചിൽ ന്യൂസിലാൻഡ് 400 മുകളിൽ സ്കോർ ചെയ്യേണ്ടായി. പാകിസ്ഥാൻ വാസ് ബാറ്റിംഗ് വെരി വെൽ. ഇറ്റ് വാസ് എ ഫ്ലാറ്റ് ട്രാക്ക്. ദർ വാസ് എ ലോട്ട് ഓഫ് റൺ ഫീസ്റ്റ് ഹാപ്പനിങ്. That was a statement of how batting friendly Chinnaswamy pitch is. So I was talking about match number 24. It's Royal Challengers Bangalore versus Delhi Capitals. Night match ആണ്. So as I told earlier, expecting to be a run feast. ഒരു 200+ സ്കോർ എന്തായാലും വരുന്ന ടൈപ്പ് ഒരു പിച്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റിഗാർഡിംഗ് ദ വിന്നർ എന്നുള്ളത് എനിക്ക് ഇന്ന് പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം രണ്ട് ടീമും അത്യാവശ്യം ചേസിങ് മെൻറ്റാലിറ്റിയുള്ള ടീമാണ്. ആൻഡ് ചിന്നസ്വാമി ടിപ്പിക്കലി ഒരു ചേസിങ് ടീമിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് പിച്ചാണ്. സോ റിഗാർഡിംഗ് ദ വിന്നർ ഐ കുഡ് സേ ദാറ്റ് ഹൂവർ വിൻസ് ദ ടോസ് ഇസ് ഗോണ വിൻ ദ മാച്ച്. അതായത് ആരാണ് ഇന്ന് ചേസ് ചെയ്യുന്നത് അവർ ഇന്നത്തെ മാച്ച് ജയിക്കുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. റിഗാർഡിംഗ് ദ ടീംസ്, ഫാഫ് ഡു പ്ലസിസ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരികയാണ്. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് മിസ് ഹിം. ഐ തിങ്ക് വിരാട് കോഹ്ലി മിസ് ചെയ്യേണ്ട കേസില്ല. കാരണം ലാസ്റ്റ് മാച്ച് ചിന്നസ്വാമിയിൽ നടന്നതിൽ ബാംഗ്ലൂർ തോറ്റതിൻ്റെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ I think Bangalore is going to perform well. Delhi is performing well. പിന്നെ സ്പിന്നേഴ്സിന് കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പേസേഴ്സിന് മോർ പ്രിഫറൻസ് കൊടുക്കുക ഇൻ ടീം. കാരണം ഇപ്പം സ്പിന്നേഴ്സിന് എത്രത്തോളം വലിയ പർച്ചേസ് ഒന്നും പിച്ചിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പേസേഴ്സ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് അഗെയിൻ ടോപ്പ് ഓർഡറിനെ മിസ്സാക്കാതിരിക്കുക ഇൻ ടീംസ്. സോ ആസ് എ ടോൾഡ്, whoever wins the toss is going to win the match. And that's it, my preview. What do you think? Let me know in the comments.